എല്ലാവർക്കും നമസ്കാരം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിനായി അരി കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഈ ബൗളിലേക്ക് ഇടാം. ഒന്ന് അരിച്ചിട്ടിട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് മൈദ എടുക്കാം. പത്തിരി നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് റവ കൂടി ഇടാം. വറുത്തതോ വറുക്കാത്തതോ ഇടാം. ഒരു നുള്ളു ഉപ്പും. ഇത് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം. വറുക്കാത്ത അരിപ്പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. വറുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്കുള്ള ശർക്കരപ്പാനി റെഡിയാക്കാം. ഈ വലുപ്പത്തിലുള്ള 3 വെച്ച ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ചൂടോടുകൂടി തന്നെ ഈ മാവിലേക്ക് ഒഴിക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. നാല് പ്രാവശ്യമായിട്ടാണ് ഇപ്പോൾ മിക്സ് ചെയ്തത്. അടിയിൽ ചിലപ്പോൾ കല്ലെല്ലാം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. മിക്സ് ചെയ്ത ശേഷം 10 മിനിറ്റ് ഇതേപോലെ തന്നെ അടച്ചു വയ്ക്കാം. അപ്പോൾ മാവ് ചിലപ്പോൾ ഒന്നും കൂടി തിക്കാവും. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൺസിസ്റ്റൻസി കറക്റ്റാക്കാം. പത്ത് മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർക്കാം. ഒരു നുള്ളു അപ്പസോഡ, ഏലക്ക പൊടിച്ചത്, കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇഡ്ഡലി മാവിനെക്കാട്ടിലും കുറച്ചും കൂടി കട്ടിയാവണം മാവിൻ്റെ കൺസിസ്റ്റൻസി. അതിനനുസരിച്ച് വെള്ളം ചേർക്കാം. ശർക്കരപ്പാനി അല്ലാതെ ഇപ്പോൾ 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട് കൺസിസ്റ്റൻസി. മാവ് ഇപ്പോഴും ചൂടുണ്ട്, അതുകൊണ്ട് കുറച്ച് നെയ്യ് കൂടി ചേർക്കാം. ഏകദേശം ഒരു 3/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. ഇനി 5 മിനിറ്റ് കൂടി വയ്ക്കാം. മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എള്ള് ഇടാം. കൂടെ തന്നെ നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്തും, നന്നായി മിക്സ് ചെയ്യാം. നല്ല ചൂടായ എണ്ണയിലേക്ക് തന്നെ ഒഴിക്കണം.
എണ്ണ മീതെ തൂവി കൊടുക്കാം. തിരിച്ചിടാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഗോൾഡൻ ആകുമ്പോൾ എടുക്കാം. ഇതെടുക്കാം. മാവ് ഇരിക്കും തോറും കുറച്ച് കട്ടിയാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിനനുസരിച്ച് വെള്ളം ഒഴിക്കണം. തിരിച്ചിടാം. രണ്ട് ദിവസം വരെയെല്ലാം മാവ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ചായക്കൊപ്പം നല്ല ചൂട് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം. അരമണിക്കൂർ മതി തയ്യാറാക്കിയെടുക്കാൻ. അരികളെല്ലാം നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഉള്ളിൽ നല്ല ലെയേഴ്സും സോഫ്റ്റുമാണ്. വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന നെയ്യപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.